വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. എല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ ഓണം എക്സാമിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. മകളെ നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ചോദ്യങ്ങളാണ് ഇത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചാപ്റ്റർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള റിവർ വാലി സിവിലൈസേഷൻ, ദ റിവർ വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ നദീതര സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളിലേക്ക് എന്ത് ചെയ്യാം പോകാം മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. മക്കളെ നോക്കൂ, റൈറ്റ് ദ നെയിം ഓഫ് 4 സിവിലൈസേഷൻ ഇൻ മെസോപ്പൊട്ടോമിയ. മെസോപ്പൊട്ടോമിയയിലെ 4 നാഗരികരുടെ പേരുകൾ എഴുതുക. നമുക്കറിയാം മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനകത്ത് 4 പ്രധാനപ്പെട്ട സിവിലൈസേഷൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്, ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് സുമേറിയൻ സിവിലൈസേഷൻ ആണ്. ഒന്ന്. രണ്ടാമത്തെ ഏതാണ്? ബാബിലോണിയൻ ആണ്. മൂന്നാമത്തേത് അസീരിയൻസ് ആണ്. നാലാമത്തെ ഏതാണ്? കാൽഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. ഇത് 4 പ്രധാനമായും മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനകത്ത് ഉണ്ടായിരുന്നതാണ്. ഇനി ഇത് പഠിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പൊ സുമേറിയൻ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ സുമയുടെ എന്ന് ഓർത്ത് വെക്കുക. ബാബിലോണിയൻ എന്ന് പറഞ്ഞാൽ ബേബി എന്ന് ഓർത്ത് വെക്കുക, സുമയുടെ ബേബി അല്ലേ. ഇതുപോലെ അസീറിയൻ എന്ന് പറയുന്നത് സിസേറിയൻ ഒന്ന് ഓർത്ത് വെച്ചുകൂടാ, സിസേറിയൻ അല്ലേ. അതുപോലെ തന്നെ കാൽഡിയൻ ആണെങ്കിൽ എന്താണ്? കാലം ചെയ്തു എന്ന് ഓർത്ത് വെക്കുക, കാലം ചെയ്തു. അപ്പോൾ മക്കളെ, ഞാൻ എഴുതിയിട്ടുള്ള ആ കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അതായത് ഇത്രയാണ് കോഡ്. സുമയുടെ ബേബി സിസേറിയനിലൂടെ കാലം ചെയ്തു. അതായത് നിങ്ങൾ നോക്ക്, സുമേറിയൻ, സുമ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സുമേറിയൻ ആണ്. ബേബി എന്ന് വെച്ചത് ബാബിലോണിയൻ ആണ്. അതേപോലെ തന്നെ സിസേറിയൻ എന്ന് പറഞ്ഞാൽ അസീറിയൻ ആണ്. അതുപോലെ കാലം ചെയ്തു, കാലം ചെയ്യുന്ന മരിച്ചു പോകുക എന്നുള്ളതാണ്. അത് അർത്ഥം എന്താണ്? കാൽഡിയൻസ് ആണ്, കാൽഡിയൻസ്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓർത്ത് വെക്കാം. സുമയുടെ ബേബി, ഇതുപോലെ എന്താ, സിസേറിയനിലൂടെ കാലം ചെയ്തു. സിസേറിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓപ്പറേഷൻ ആണ്. അതിലൂടെ എന്ത് ചെയ്തു? കാലം ചെയ്തു. അത് എടുക്കുന്ന സമയത്ത് മരിച്ചു പോയി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം. അപ്പോൾ മക്കളെ, ഒരു പ്രധാനമായിട്ട് ഒരു 2-3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത് നിങ്ങൾ നോക്ക്. റൈറ്റ് എനി 3 നെയിംസ് ഓഫ് സിറ്റീസ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതര സംസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതര സംസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സിറ്റീസിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 പേര് നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വേറൊരു പേര് തന്നെ നമുക്കറിയാം, ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്നുള്ളതാണ്. അതറിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടി. കാരണം നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾ നോക്ക്. ഒന്ന് ഹാരപ്പയുണ്ട്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. പിന്നെ സെക്കൻഡ് വൺ മക്കളെ ശ്രദ്ധിച്ചോളൂ. മോഹൻജദാരോ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ സുൽത്താൻജദോർ പാകിസ്ഥാനുള്ള സ്ഥലം ആണ്. അതുപോലെ തന്നെ ആലംഗീർപൂർ, ബനാവലി, ഇതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ലോത്തൽ, ഗുജറാത്തിലെ ലോത്തലൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണെന്നുള്ളത് ഓർത്ത് വെച്ചോളാം. അപ്പം മിനിമം ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചേക്കണം. എക്സാമിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി മക്കളെ ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ട് ചോദിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്: റൈറ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഫാൾ ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളാണ് ചോദിച്ചത്. ഹാരപ്പൻ സംസ്കാരം നശിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മക്കളെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് അത് പഠിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ നിങ്ങൾ നോക്ക്, ഇതുപോലെ തന്നെ ഫ്ലഡ് ആണ്. ഫ്ലഡ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം വെള്ളപ്പൊക്കമാണ്. ഇനി സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, ഇതുപോലെ എക്സ്റ്റേണൽ ഇൻവേഷൻ ആണ്, പുറമേ നിന്നുള്ള ആക്രമണമാണ്. ഇനി 3 ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണമാണ്. 4 ഈ പറയുന്ന ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ തകർച്ചയാണ്. ഇനി അത് കൂടാതെ ഒന്നും കൂടിയുണ്ട്, നിങ്ങൾ നോക്കണം, എപ്പിഡമിക്സ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളാണ്. ഇത്തരത്തിലേക്ക് മക്കളെ ശ്രദ്ധിക്കണം. 1, 2, 3, 4, 5 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ആ 5 പോയിന്റിനകത്ത് മിനിമം 4 പോയിന്റെങ്കിലും പഠിച്ചു വെച്ചോണം. എക്സാമിനകത്ത് ഒരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചു. അനലൈസ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ശ്രദ്ധിക്കണം, ശാസ്ത്രം, ഗണിതം എന്നിവയിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ നേട്ടങ്ങൾ വിലയിരുത്തുക എന്ന് ചോദിച്ചത്. ശാസ്ത്രത്തിലും ഗണിതത്തിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ നേട്ടങ്ങളാണ്, അവരെന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് നേടിയിട്ടുള്ളത്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, അവർ ഒരു കലണ്ടർ ഉണ്ടാക്കിയിരുന്നു അല്ലേ. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ, എ സോളാർ കലണ്ടർ. ആസ് പെർ ദിസ് കലണ്ടർ, എ ഇയർ ഹാഡ് ഡിവൈഡഡ് ഇൻറ്റു 365 days, എ ഇയർ ഡിവൈഡഡ് ഇൻറ്റു 12 months and of 30 days each. The remaining 5 days they were set aside for celebration.
അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഒരു വർഷത്തിനെ അവർ 365 ദിവസങ്ങളാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വർഷത്തിനെ അവർ 12 മാസങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിനെ 30 ദിവസങ്ങളാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു വർഷത്തിൽ 5 ദിവസം, ബാക്കി വരുന്ന 5 ദിവസം അവർ ആഘോഷത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അതുകൂടാതെ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ട് അവർക്ക് ഇതേപോലത്തെ അറിയുന്ന 2 കാരണങ്ങൾ കൂടിയുണ്ട്. ദേ കുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾസ്. പ്രധാനമായിട്ടും ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കിയിരുന്നു ആര്, ഈജിപ്ഷ്യൻകാർ. ഇതും കൂടി എന്ത് ചെയ്യണം, അത് പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സയൻസിലും മാത്തമാറ്റിക്സിലുള്ള പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അത് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഇത്തരത്തിലേക്ക് വരാറുണ്ട്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെച്ചോളണം. ഓക്കെ, അങ്ങനെയെങ്കിൽ മകളെ നിങ്ങൾ നോക്ക്. ഇനി അതുകൂടാതെ പ്രധാനമായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള വേറൊരു സംഭവം കൂടിയുണ്ട്. നോക്ക്, ടു ഡിറ്റർമിൻ ദ മെയ്ഡ് ഓഫ് സൺ ഡയൽ, എ ക്ലോക്ക് ദാറ്റ് ടെൽ ദ ടൈം ദ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ ആൻഡ് ദ വാട്ടർ ക്ലോക്ക് ദാറ്റ് വർക്ക്സ് ഓൺ ദ വാട്ടർ കറന്റ്. പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ അവർ കണ്ടെത്തിയിരുന്ന പ്രധാനപ്പെട്ട 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ സമയം നിർണ്ണയിക്കാൻ വേണ്ടി സൂര്യഘടികാരം എന്ന് പറയുന്നത് സൺ ഡയൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം കണക്കാക്കിയിരുന്ന ജലഘടികാരവും അവർ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ ക്ലോക്ക് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രണ്ടും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണം. അപ്പൊ ജലഘടികാരവും അത് അല്ലെങ്കിൽ വാട്ടർ ക്ലോക്ക്, അതുപോലെ സൺ ഡയൽ അല്ലെങ്കിൽ സൂര്യഘടികാരം, ഇതും അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ മക്കളെ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആണ്. മെസോപ്പൊട്ടേമിയൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം നോക്ക്. പ്രിപ്പയർ എ നോട്ട് ഓൺ അച്ചീവ്മെന്റ്സ് ഓഫ് ദി മെസോപ്പൊട്ടേമിയൻ ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി. ഈ പറയുന്ന മെസോപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്, മെസോപ്പൊട്ടേമിയൻ ജനതയുടെ ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ അത് കണ്ടെത്താനാണ്. അപ്പോൾ അവർ എന്തൊക്കെയാണ് ശാസ്ത്രരംഗത്ത് അവർ നൽകിയിട്ടുള്ള നേട്ടങ്ങൾ എന്താ നോക്കാം. ഒന്ന് നിങ്ങൾ നോക്ക്, ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് മൂൺ. അല്ലേ, പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ മെസോപ്പൊട്ടേമിയക്കാർ ചന്ദ്രന്റെ നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇതേപോലെ തന്നെ ഒരു കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുണ്ടാക്കിയിട്ടുണ്ട്. ചന്ദ്രനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, എ ഇയർ ഇൻറ്റു 12 months, എ മന്ത് ഇൻറ്റു 4 weeks, എ ഡേ ഇൻറ്റു 24 hours. ശ്രദ്ധിക്കണം മക്കളെ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർഷത്തിനെ 12 മാസങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാസത്തിൻ്റെ 4 ആഴ്ചകളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസത്തിന് അവർ 24 മണിക്കൂറായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ്. അതുകൂടാതെ നോക്ക്, ദേ നോ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. അതായത് അവർക്ക് ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെ അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ മക്കളെ, നമ്മൾ ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇതിനൊക്കെ പ്രധാനപ്പെട്ട വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. അപ്പോൾ ഓണം എക്സാമിന് നല്ല മാർക്ക് നേടണം. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.